കൂടപ്പിറവികൾ ഒരാളാണ് ഇളയത്. പ്രേംനസീറിൻ്റെ 4 മക്കളിൽ 3 പെൺമക്കളും ഷാനവാസുമാണ്. അതിൽ ഈ വീട്ടിൻ്റെ ഉടമ റീത്ത ആണ് ഷാനവാസിനേക്കാളും ഇളയതായിട്ടുള്ളത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു മാസം ഷാനുവും കുടുംബവും പ്രേംനസീറും എല്ലാവരും ഈ വീട്ടിൽ കാണും. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഷാനു ഈ കളിമുറ്റത്ത് ഈ മുറ്റത്ത് കളിച്ച് നടക്കുക. നമസ്കാരം. മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാത്ത പേരാണ് പ്രേംനസീർ. അദ്ദേഹത്തിൻ്റെ റെക്കോർഡൊന്നും ആരും ഇനി ഭേദിക്കാനും പോകുന്നില്ല, ഇതുവരെ ഭേദിച്ചിട്ടുമില്ല. ഏകദേശം 600 സംതിങ് ചിത്രങ്ങളിൽ നായകനെ, അതും അത്രയും ചിത്രങ്ങൾ വിജയമായിരുന്നു. ഒരു നായികയെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഒരേ നായികയോടൊപ്പം അഭിനയിച്ച ആൾ. അങ്ങനെ ഒരുപാട് ഭേദിക്കാൻ പെടാത്ത റെക്കോർഡുകൾക്ക് ഉടമയാണ് പ്രേംനസീർ സാർ. അദ്ദേഹത്തിന് 4 മക്കളാണ്, 3 പെൺകുട്ടികളും 1 മകനും. മകൻ്റെ പേര് എല്ലാവർക്കും സുപരിചിതമാണ്, ഷാനവാസ്. അദ്ദേഹം നടനായിരുന്നു. അതിലുപരി പ്രേംനസീറിന് കൊടുത്ത അതേ സ്നേഹം നമ്മൾ മലയാളി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ നമ്മെ വിട്ടുപിരിഞ്ഞു. 71 വയസ്സായിരുന്നു. പ്രമേഹ രോഗബാധിതനായി ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. ഈ ഒരു അവസരത്തിൽ ഷാനവാസ് സാറിനെ അനുസ്മരിക്കാൻ അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരനായ ശശി സാർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഷാനവാസ് സാറിൻ്റെ ഭൗതിക ശരീരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ പാളയം പള്ളിയിൽ ഖബറടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ മലയാളികൾക്കും വേദനയുണ്ട്. വേദനയെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിയപ്പെട്ട പ്രേംനസീർ സാറിൻ്റെ മകൻ കൂടിയാണ്. 71 വയസ്സായിരുന്നു. സിനിമാ നടനായിരുന്നു. പ്രേംനസീർ സാറിന് കൊടുത്ത അതേ സ്നേഹം തന്നെയാണ് എല്ലാ നാട്ടുകാരും അദ്ദേഹത്തിന് നൽകിയിരുന്നത്. ആ ഒരു വിയോഗത്തിൽ ദുഃഖം എല്ലാവർക്കുമുണ്ട്. ഇപ്പോൾ ഞങ്ങളൊപ്പം ചേരുന്നത് ഷാനവാസ് സാറിൻ്റെ കളിക്കൂട്ടുകാരനായിരുന്ന ശശി സാറാണ്. ശശി സാറ് പ്രേംനസീർ സാറിൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഷാനവാസ് സാറിനെ കുറിച്ച് പറയാനുണ്ടാവില്ലേ സാറേ? തീർച്ചയായും. വളരെ വേദനാപൂർണമായ ഒരു സാഹചര്യത്തിലാണ്. വെളുപ്പിനാണ് ഞാൻ ഷാനു എന്നാണ് ഞാൻ വിളിക്കാറ്. ഷാനവാസ് എന്നാണ് പേര്. ഞങ്ങളുടെ വീട്ടിലെ വിളിപ്പേര് ഷാനു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത നേരം വെളുത്തതിന് ശേഷമാണ് അറിയുന്നത്. വഴുതക്കാടുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും എന്ന് പ്രേംനസീറിൻ്റെ മകളുമായി ഞാൻ അല്പനേരം ഫോൺ സംഭാഷണത്തിലൂടെയാണ് അറിഞ്ഞത്. കഴിഞ്ഞ ഒരു 3-4 ദിവസമായി രോഗം മൂർച്ഛിച്ചിരുന്നു എന്നും അത് തീക്ഷ്ണമായ അവസ്ഥയിലേക്ക് പോയി എന്നും ആണ് അറിയാൻ സാധിച്ചത്. സത്യത്തിൽ ഞാനിങ്ങനെ ഈ ഷാനുവിൻ്റെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം ഒരു 60 വർഷങ്ങൾക്ക് മുൻപ് ഷാനുവിനൊരു 12 വയസ്സും എനിക്കൊരു 10 വയസ്സും അവർ കുടുംബസമേതം പഠിത്തം മദ്രാസിലായതുകൊണ്ടും മറ്റുമൊക്കെ സ്കൂൾ വെക്കേഷൻ ഷാനുവിൻ്റെ മൂത്ത സഹോദരിമാരുടെ പഠനാർത്ഥം കൂടുതൽ സമയവും പ്രേംനസീറിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ചെന്നൈയിലും താമസമായിരുന്നു. പ്രേംനസീർ സിനിമാ തിരക്ക് കാരണം കേരളവും തമിഴ്നാടും മാറി നിൽക്കുകയായിരിക്കും എന്നാണ് എൻ്റെ ഭാവനയിൽ. എങ്കിൽ പോലും മധ്യവേനൽ അവധിക്കാലത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു മാസം ഷാനുവും കുടുംബവും പ്രേംനസീറും എല്ലാവരും ഈ വീട്ടിൽ കാണും. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഷാനു ഈ കളിമുറ്റത്ത് ഈ മുറ്റത്ത് കളിച്ച് നടക്കുമായിരുന്നു. ഈ ഗോലി കളി എന്ന് പറയുന്ന ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെ കളി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കുഴി കുത്തി ഗോലി കളി, കണ്ണാടി ഗോലി ചെന്നൈയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരും. പുതിയത് കൊണ്ടുവരും. ഞങ്ങൾ പുന്നയ്ക്ക ഉപയോഗിച്ചിട്ടാണ് ആ കളി കളിച്ചിരുന്നത്. അപ്പോൾ ഷാനു ഇത് കൊണ്ടുവരുമ്പോൾ നമുക്കതൊരു വലിയ ഭ്രമമാണ്. നമ്മൾ അയലോകത്തുള്ള കൂട്ടുകാരൊക്കെ ആ കളിയിൽ ഏർപ്പെടുന്നത് ഇപ്പോഴിങ്ങനെ ഓർത്ത് പോവുകയാണ്.
ബന്ധുവീട്ടിലെ ഒരു വിവാഹ ചടങ്ങിലൊരു 5 വർഷം മുൻപാണ് ഞാൻ ഷാനുവിനെ കൂടുതൽ നേരം സംസാരിക്കാൻ കിട്ടിയത്. അതിനുശേഷം അപ്പോഴും രോഗമുണ്ട് എന്നും ഷുഗർ കംപ്ലൈൻ്റ് ഉണ്ട് എന്നും അത് മൂർച്ഛിച്ചിരിക്കുകയാണ് എന്നുമൊക്കെ ഷാന പറയുന്നത് കേട്ടു. മദ്രാസിൽ തന്നെ സ്കൂൾ പഠനം, കുറച്ച് എലിമെൻ്ററി ക്ലാസ് പഠനമൊക്കെ ചിറങ്ങിലൊക്കെ ഉണ്ടായിരുന്നുണ്ട്. കോളേജ് വിദ്യാഭ്യാസം പൂർണ്ണമായും ഡിഗ്രി, മാസ്റ്റേഴ്സ് ബിരുദം അതൊക്കെ ചെന്നൈയിലാണ് പൂർത്തിയാക്കിയത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഐഷ എന്ന പെൺകുട്ടിയെ പ്രേം നസീറിൻ്റെ സഹോദരി സുലൈഖ ബീവി ഒരു കുടുംബസമേതം മലേഷ്യയിലായിരുന്നു. അവരുടെ മകൾ ഐഷയാണ് പ്രേം നസീർ ഷാനവാസിനായി കണ്ടെത്തിയത്. വീട്ടുകാർ തങ്ങളിലുള്ള കുശലാന്വേഷണത്തിൽ ഇങ്ങനെ പ്രേം നസീറിൻ്റെ ഭാര്യയും എൻ്റെ മാതാവും തമ്മിലൊക്കെ ഇങ്ങനെ വലിയ അടുത്തടുത്ത വീടായതുകൊണ്ട് കൂട്ടുകാർ ഒരു കല്യാണക്കാര്യമൊക്കെ ചോദിക്കും. സഹോദരിമാരുടെ വിവാഹത്തിന് ശേഷമാണ് വിവാഹക്കാര്യം ചോദിക്കുമ്പോൾ മലേഷ്യയിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് ഒക്കെ വിവാഹാലോചനകൾ വരുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് വിവാഹബന്ധമൊക്കെ ആകാമല്ലോ. ഒരു കാലത്ത് നമ്മുടെ ഭാഗമായിരുന്നു. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ മുസ്ലിം സഹോദരിമാരെയാണല്ലോ ഒരു ആലോചനയിലൂടെ കണ്ടെത്തുന്നത്. അങ്ങനെ തികച്ചും അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു മാരേജ് തന്നെയായിരുന്നു ഷാനുവിന്. കൂടപ്പിറവികൾ ഒരാളാണ് ഇളയത്. പ്രേം നസീറിൻ്റെ 4 മക്കളിൽ 3 പെൺമക്കളും ഷാനവാസുമാണ്. അതിൽ ഈ വീട്ടിൻ്റെ ഉടമ റീത്ത ആണ് ഷാനവാസിനേക്കാളും ഇളയതായിട്ടുള്ളത്. മറ്റ് 2 സഹോദരിമാർ മൂത്തവരാണ്, ലൈലയും റസിയായും. അവരെ സഹോദരങ്ങളെ തനിച്ചാക്കി അനിയൻ ഇങ്ങനെ പോവുകയാണ്. ബാക്കിയെല്ലാം മൂത്ത ആൾക്കാരാണോ? 2 സഹോദരിമാരും മൂത്തവരും, ഒരാളെ ഇളയത്. ഇതിൻ്റെ ഉടമ ഇളയതാണ്, ഏറ്റവും ഇളയത് മകളാണ്. എല്ലാവർക്കും സമാനമായ വിധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും 70 വയസ്സ് 71 വയസ്സെന്ന് പറയുന്നത് ഒരു പ്രായമൊന്നുമല്ല. വിശേഷിച്ച് സിനിമാ ലോകത്തുള്ളവരും ഇത്തരം അഭിനേതാക്കളായിട്ടുള്ളവരുമൊക്കെ അവരുടെ മുഖകാന്തിയും ശരീരകാന്തിയും ഒക്കെ എന്നും യുവത്വം നിലനിർത്തുവാൻ ഒരു പക്ഷേ അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള മീൻസിനെ ആയിരിക്കും ആശ്രയിക്കുന്നതെങ്കിൽ പോലും അവരവരുടെ സൗന്ദര്യവും ആരോഗ്യവും സംരക്ഷിക്കാൻ സാധാരണ നോക്കുമല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പോഴൊക്കെ ഉള്ള നടീനടന്മാരൊക്കെ നമുക്ക് പ്രായമൊന്നും നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള യുവത്വം പ്രഥമദൃഷ്ടിയ നിലനിർത്തുന്നവരാണ്. മമ്മൂക്കൊക്കെ അതെ, അവരൊക്കെ. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ വിധിയുടെ ഒരു വിനോദം എന്നുള്ള രീതിയിൽ ഈ അന്ത്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു സത്യം, മരണം ഒരു സത്യമാണ്. അത് നേരത്തെ തന്നെ ഷാനവാസിനെ വിളിച്ചുകൊണ്ട് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇത്രയും സമയം നമ്മളിപ്പോൾ സംസാരിച്ചത് ശശി സാറാണ്. ശശി സാറ് ഷാനവാസ് സാറിൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു. അത് മാത്രമല്ല അയൽവാസിയാണ്. പ്രേം നസീർ സാറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു വീട്ടിലാണ് സാറിൻ്റെയും വീട്. അവർ ഒരുമിച്ചായിരുന്നു കുട്ടിക്കാലത്തെ കളികളും മറ്റു കാര്യങ്ങളൊക്കെ. എന്തായാലും ആ ഒരു വിയോഗം അത് പെട്ടെന്നായിപ്പോയി എന്നാണ് സാറ് പറയുന്നത്. ഷാനവാസ് സാറിൻ്റെ ഈ ഒരു വിയോഗത്തിൽ ഇസ്മാനുസിൻ്റെയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇസ്മാനുസിന് വേണ്ടി ക്യാമറാമാൻ വിപിൻ വേണുവിനൊപ്പം സുജിത്ത് മാരാർ സൈനിങ് ഔട്ട്.